ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോസ് ചെയ്തു, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു, റിപ്പീറ്റഡ് എസ്സേ ക്വസ്റ്റ്യൻസ് ചെയ്തു, അങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ലോങ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണും. കാരണം ഞാനിത് മുന്നേ പറഞ്ഞിട്ട് ഇതുവരെ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് വീഴില്ല. അതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ട് വേണം. പഠിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. ഇത് അവസാനം വരെ കേട്ടിട്ട് വേണം നാളെ പരീക്ഷയ്ക്ക് പോകാൻ. വെറുതെ കൊണ്ടുപോയി കിട്ടിയ മാർക്ക് കൊണ്ടുപോയി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം മിക്സ് ചെയ്ത് ഒരിക്കലും ആൻസർ എഴുതല്ലേ. അറിയില്ലെങ്കിൽ അത് മലയാളത്തിൽ മാത്രമാക്കി എഴുതൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാക്കി എഴുതൂ. ഇംഗ്ലീഷ് ആൻഡ് മലയാളം മിക്സ് ചെയ്ത് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അത് ഒരുപാട് തവണ പറഞ്ഞിട്ട് പിന്നെയും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് മാത്രം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പോയിൻ്റ് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് എക്സ്പ്ലനേഷൻ മലയാളത്തിൽ എഴുതിയ മാർക്ക് കിട്ടുമെന്ന് കിട്ടില്ല. മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. ആൻസർ ഒരു ഭാഷയിൽ എഴുതാൻ പാടുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി, രണ്ടാമത്തെ മലയാളത്തിൽ അറിയുള്ളൂ എങ്കിൽ അങ്ങനെ എഴുതിക്കോ. പക്ഷേ ഒരു ചോദ്യത്തിൽ തന്നെ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് എഴുതാൻ പാടില്ല. എഴുതി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലയാളം ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് എഴുതരുത്. രണ്ടാമത്തെ കാര്യം മലയാളത്തിൽ എഴുതുന്നവരോടാണ്. മലയാളം നിങ്ങൾക്ക് തോന്നിയ പോലെ മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് കിട്ടില്ല. നോട്ട് വെച്ചിട്ട് ആ ഒരു അച്ചടി ഭാഷയിൽ ഓരോ വാക്കിനും മലയാളം ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ മലയാളം വാക്കുകൾ വ്യത്യാസമുണ്ട്. സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നതും എക്കണോമിക്സിലെ മലയാളം വേർഡ്സിനും വ്യത്യാസമുണ്ട്. അത് കറക്റ്റാക്കി ടെക്സ്റ്റിലെ പോലെ എഴുതി വെച്ചാൽ മാത്രമാണ് മാർക്ക് കിട്ടുള്ളൂ. ദെൻ മൂന്നാമത്തെ കാര്യം, ചെറിയ ക്വസ്റ്റ്യനിൽ വലിച്ചു വാരിയ ആൻസർ എഴുതി സമയം കളയരുത്. നമ്മുടെ സമയവും പോവും, വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ടൈമും പോവും. അപ്പോൾ അതിൻ്റെ മാർക്ക് നമുക്ക് അവിടെ നഷ്ടപ്പെടും. സോ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് എഴുതി വെച്ചാൽ മതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പിന്നെ വന്നതാണ്, മിസ്സേ ഞാൻ മൈക്രോ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആ മൈക്രോയിൽ തന്നെ ചിലത് മാത്രമേ തിരഞ്ഞെടുത്ത് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും ദിവസം ഗ്യാപ്പ് ഉണ്ടായിട്ട് മൈക്രോ എക്കണോമിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുമാത്രം തിരഞ്ഞെടുത്ത് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ, മൊത്തം പഠിച്ചിട്ടില്ല. ഞാൻ പാസ്സാകുമോ എന്നൊരു ചോദ്യം. ഇത് ഞാൻ എന്താ മക്കളെ നിങ്ങളോട് മറുപടി പറയണ്ടേ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ എനിക്ക് താഴെ കമൻറ്റ് ചെയ്താട്ടെ. മൈക്രോ എക്കണോമിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സെലക്റ്റീവായിട്ട് പഠിച്ചിട്ടുള്ളൂ, മൊത്തമൊന്നും പഠിച്ചിട്ടില്ല, എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ടില്ല, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പഠിച്ചിട്ടില്ല. ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനാണെന്ന് വിചാരിക്കാം, ഞാൻ പാസ്സാവോ ഇല്ലയോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ മറുപടി. ഓക്കെ, നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു അതാണ് അതിൻ്റെ മറുപടി. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ പേപ്പർ ടൈ ചെയ്യാനുണ്ടെങ്കിൽ ടൈ ചെയ്യാം. അതിൽ എഴുതേണ്ട ഫ്രണ്ടിൽ എഴുതേണ്ട കാര്യങ്ങൾ രജിസ്റ്റർ നമ്പറൊക്കെ ഉള്ളൂ, കറക്റ്റായിട്ട് എഴുതാം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് തോന്നിയാൽ ഒരു മടിയോ പേടിയോ വിചാരിക്കരുത്. നേരെ ആ ടീച്ചറിനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് അത് ശരിയാക്കി വെക്കാം. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ചെയ്ത് അങ്ങോട്ട് പേപ്പർ കൊടുത്ത് വിടരുത്, നമ്മുടെ മാർക്കിനെ ബാധിക്കും. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് തരുമല്ലോ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തത് പയ്യെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കാം. ബി ആണെങ്കിൽ ബി അങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കാം. എന്നിട്ട് നമുക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആൻസർ കീസ് പബ്ലിഷ് ചെയ്യുമ്പോൾ 10 മാർക്കിൽ 10 മാർക്ക് കിട്ടിയോന്നെങ്കിലും അറിയാൻ പറ്റുമല്ലോ. ബാക്കി അറിഞ്ഞില്ലെങ്കിലും വൺ വേർഡ് ക്വസ്റ്റ്യന് മാർക്ക് ഷുവറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൻസേഴ്സ് അതിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ വീട്ടിൽ വരുമ്പോൾ നമുക്ക് നോക്കാൻ എളുപ്പമുണ്ട്. കുഞ്ഞു പ്രോബ്ലംസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഫൈനൽ ആൻസർ അവിടെ സൈഡിൽ എഴുതിയിടാം. ഇപ്പോൾ 250 ആണെങ്കിൽ 250 എന്ന് എഴുതിയിടാം ക്വസ്റ്റ്യൻ പേപ്പറിൽ. വീട്ടിൽ വന്നിട്ട് ആൻസർക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസത്തിലിരിക്കാൻ പറ്റും എത്ര മാർക്ക് ഏകദേശം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിക്ക് നിൽക്കരുത്. ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്ത് എഴുതാൻ നിൽക്കരുത്. പിന്നെയുണ്ട് പോയിൻ്റ് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല കേട്ടോ. പോയിൻ്റ് മാത്രം എഴുതിയ മാർക്ക് കിട്ടുന്നത് 2 മാർക്കിൻ്റെ ചോദ്യത്തിനാണ്. അതിൻ്റെ മുകളിലേക്ക് ഏത് ചോദ്യം ചോദിച്ചാലും പോയിൻ്റ് വിത്ത് എക്സ്പ്രഷൻ എഴുതിയാൽ മാത്രം മാർക്ക് കിട്ടുള്ളൂ. മക്കളെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നാളെ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ഒരുപാട് കുഴപ്പിക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാം നല്ല ഈസി ആയിരിക്കും. ഇതേവരെ പോയിട്ടുള്ള എക്കണോമിക്സിൻ്റെ എക്സാംസ് എല്ലാം വളരെ ഈസി ആയിരുന്നു. ആ ഒരു ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്കിനി അക്കൗണ്ടൻസി ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ +2 കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളുടേത് വരുന്നുണ്ട്. ഒന്നും മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്